ചെറിയ ചെറിയ കറികളാണെങ്കിലും വച്ച് വന്നപ്പോൾ ഒരു 4-5 ഐറ്റം കറികളുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോറിന്റെ ഐറ്റംസ് ഞാൻ കാണിക്കാം. അങ്ങനെ ആദ്യം വാഴയില ഇട്ടു. ഇനി ഞാൻ വാഴയിലക്ക് ഇവിടെ ചോദിച്ചു പോവുകയാണെങ്കിൽ മിക്കവാറും അടിയും കൊണ്ടുകൊണ്ട് വരേണ്ടി വരും. നമ്മുടെ വാഴയിലയിലോട്ട് നല്ല ചൂട് ചോറ്, നല്ല വെന്ത ചോറിട്ടു, നല്ല തൈര് അങ്ങോട്ട് ഒഴിച്ചു, പിന്നെ നല്ല പുളിയും മുളകും. നമ്മുടെ നാട്ടിലൊക്കെ പുളിയും മുളകും ഞവിടുക എന്ന് പറയും കേട്ടോ, വേറെ കറിയൊന്നും ഇല്ലെങ്കിലും അങ്ങനെ കഴിക്കാം. അത് കഞ്ഞിവെള്ളത്തിൽ നല്ല ചുട്ടരച്ച മുളകും ഉള്ളിയും പുളിയും കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ കലക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അത് വെച്ചു. പിന്നെ വഴുതനങ്ങ മെഴുക്കുരട്ടി വെച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലേശം മാങ്ങാച്ചാർ വെച്ചു. പിന്നെ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നല്ല ഉണക്ക അയലയുടെ കറിയാണ്. അതിലോട്ട് കുറച്ച് ചക്കക്കുരു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കക്കുരുവും വാഴക്കയൊക്കെ ഇട്ട് വെച്ചതാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ വയ്ക്കാറ്. മുരിക്കൊക്കെ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് വെക്കാം, അടിപൊളി. 2 പപ്പടം. വാഴയിലയിൽ ഈ ഐറ്റംസ് എല്ലാം ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിനാദ്യം നമ്മുടെ കുറച്ച് തൈരൊക്കെ നന്നായിട്ട് കുഴച്ച് അതിലോട്ട് നല്ല ഉപ്പും മുളിയും ഞവിടിയത്, അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതും ഇങ്ങനെ വെച്ച് നല്ല എരിവിലുണ്ടാക്കണം, അതപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പിന്നെ ഒരു കഷ്ണം മാങ്ങ അച്ചാർ വെച്ചു, വഴുതനങ്ങ മെഴുക്കുരട്ടി വെച്ചു, പിന്നെ നമ്മുടെ ചക്കക്കുരുവും വാഴക്കയൊക്കെ ഇട്ട് വെച്ച് നല്ല അയലമീനിൻ്റെ കറിയെടുത്ത് എല്ലാം കൂടെ അങ്ങോട്ട് കുഴയ്ക്കണം. കുഴച്ച് അതിൻ്റെ കൂടെ ലേശം പപ്പടവും കൂടെ പൊട്ടിച്ചിങ്ങ് വെച്ചാൽ എൻ്റെ അമ്മോ പറയണ്ട, എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നത് കേട്ടോ. എനിക്ക് ഈ ഉണക്കമീൻ ഉണ്ടാക്കുന്ന സമയത്ത് ഉണക്കമീനിൻ്റെ കഷ്ണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അതിൽ കിടക്കുന്ന ഈ വാഴയ്ക്കയും ചക്കക്കുരും ഒക്കെ കഴിക്കാൻ ഒരു ടേസ്റ്റാണ്. അങ്ങനെ എല്ലാം കൂടെ കുഴച്ച് അങ്ങോട്ടും ഒരു പിടി പിടിക്കണം. തൻകുട്ടിക്ക് വേണമെന്ന് കേട്ടോ. അപ്പം അവർക്ക് ഈ ഐറ്റംസ് ഒന്നും വേണ്ട കേട്ടോ. വഴുതനങ്ങ മെഴുക്കുവരട്ടി ഇഷ്ടമല്ല, ഉണക്കമീൻ വേണ്ട, അതൊന്നും വേണ്ട. നമുക്കെന്തായാലും ഇന്നത്തെ ഊട് അടിപൊളിയായി.